അധ്യായം 60 അൽ-മുംതഹിന. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 13. പരീക്ഷിതർ എന്നാണ് മുംതഹിനയുടെ ഭാഷാർത്ഥം. വലിയ ത്യാഗം സഹിച്ച് മക്കയിൽ നിന്ന് മദീനയിലെത്തിയ വിശ്വാസിനികളുടെ ആത്മാർത്ഥത പരീക്ഷിക്കാനുള്ള കൽപ്പന ഈ അധ്യായത്തിലുള്ളതിനാലാണ് തലക്കെട്ട് മുംതഹിന എന്നായത്. മക്കയിലെ ശത്രുക്കളുമായുണ്ടാക്കിയ ഹുദൈബിയ സന്ധിക്കും മക്ക വിജയത്തിനുമിടയ്ക്ക് അവതീർണമായ അധ്യായമാണിത്. നബി തിരുമേനി മക്കയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നതായി അനുയായികളിൽപ്പെട്ട ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ ശത്രുക്കളെ വിവരമറിയിച്ചു. ഇതിനെ ശക്തമായി അവലോകനം ചെയ്യുന്നതാണ് ഇതിലെ ആദ്യ ഭാഗം. തുടർന്ന് മക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് മദീനയിലെത്തുന്ന സ്ത്രീകളെ ഹുദൈബിയ സന്ധി വ്യവസ്ഥയനുസരിച്ച് മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കേണ്ടതുണ്ടോ എന്ന പ്രശ്നം ചർച്ച ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശ്വസിച്ചവരെ, നിങ്ങൾ എന്റെയും നിങ്ങളുടെയും ശത്രുക്കളുമായി സ്നേഹബന്ധം സ്ഥാപിച്ച് അവരെ രക്ഷാധികാരികളാക്കരുത്. നിങ്ങൾക്ക് വന്നെത്തിയ സത്യത്തെ അവർ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ നാഥനായ അല്ലാഹുവിൽ വിശ്വസിച്ചുവെന്നതിനാൽ അവർ ദൈവദൂതനെയും നിങ്ങളെയും നാടുകടത്തുന്നു. എന്റെ മാർഗത്തിൽ സമരം ചെയ്യാനും എന്റെ പ്രീതി നേടാനും തന്നെയാണ് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചതെങ്കിൽ അങ്ങനെ ചെയ്യരുത്. എന്നാൽ നിങ്ങൾ അവരുമായി സ്വകാര്യത്തിൽ സ്നേഹബന്ധം പുലർത്തുകയാണ്. നിങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്യുന്നതെല്ലാം ഞാൻ നന്നായി അറിയുന്നുണ്ട്. നിങ്ങളിൽ അങ്ങനെ ചെയ്യുന്നവർ നിശ്ചയമായും നേർവഴിയിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. നിങ്ങൾ അവരുടെ പിടിയിൽപ്പെട്ടാൽ നിങ്ങളോട് കൊടിയ ശത്രുത കാണിക്കുന്നവരാണ് അവർ. കൈയും നാവും ഉപയോഗിച്ച് അവർ നിങ്ങളെ ദ്രോഹിക്കും. നിങ്ങൾ സത്യനിഷേധികളായി തീർന്നെങ്കിൽ എന്ന് അവരാഗ്രഹിക്കുന്നു. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ നിങ്ങളുടെ കുടുംബക്കാരോ മക്കളോ നിങ്ങൾക്കൊട്ടും ഉപകരിക്കുകയില്ല. അന്ന് അല്ലാഹു നിങ്ങളെ അന്യോന്യം വേർപിരിക്കും. അല്ലാഹു നിങ്ങൾ ചെയ്യുന്നതൊക്കെ കണ്ടറിയുന്നവനാണ്. തീർച്ചയായും ഇബ്രാഹീമിലും അദ്ദേഹത്തോടൊപ്പമുള്ളവരിലും നിങ്ങൾക്ക് മഹിതമായ മാതൃകയുണ്ട്. അവർ തങ്ങളുടെ ജനതയോട് ഇவ்விധം പറഞ്ഞ സന്ദർഭം: നിങ്ങളുമായോ അല്ലാഹുവെ വെടിഞ്ഞു നിങ്ങൾ ആരാധിക്കുന്നവയുമായോ ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. ഞങ്ങൾ നിങ്ങളെ അവിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾ ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നതുവരെ ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ വെറുപ്പും വിരോധവും പ്രകടമത്രേ. ഇതിൽ നിന്ന് വ്യത്യസ്തമായുള്ളത് ഇബ്രാഹിം തന്റെ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞത് മാത്രമാണ്: തീർച്ചയായും ഞാൻ താങ്കളുടെ പാപമോചനത്തിനായി പ്രാർത്ഥിക്കാം. എന്നാൽ അല്ലാഹുവിൽ നിന്ന് അങ്ങേക്ക് എന്തെങ്കിലും നേടിത്തരിക എന്നത് എന്റെ കഴിവിൽപ്പെട്ടതല്ല. അവർ പ്രാർത്ഥിച്ചു: ഞങ്ങളുടെ നാഥ, ഞങ്ങൾ നിന്നിൽ മാത്രം ഭരമേൽപ്പിക്കുന്നു. നിന്നിലേക്ക് മാത്രം ഖേദിച്ചു മടങ്ങുന്നു. അവസാനം ഞങ്ങൾ വന്നെത്തുന്നതും നിന്റെ അടുത്തേക്ക് തന്നെ. ഞങ്ങളുടെ നാഥ, സത്യനിഷേധികൾക്കുള്ള പരീക്ഷണങ്ങൾക്ക് ഞങ്ങളെ നീ വിധേയരാക്കരുതേ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. നീ അജയ്യനും യുക്തിജ്ഞനുമല്ലോ. നിങ്ങൾക്ക് അല്ലാഹുവിലും അന്ത്യദിനത്തിലും പ്രതീക്ഷയർപ്പിക്കുന്നവർക്ക് അവരിൽ ഉത്തമ മാതൃകയുണ്ട്. ആരെങ്കിലും അതിനെ നിരാകരിക്കുന്നുവെങ്കിൽ അറിയുക, നിശ്ചയം അല്ലാഹു ആശ്രയമാവശ്യമില്ലാത്തവനും സ്തുത്യർഹനുമാകുന്നു. നിങ്ങൾക്കും നിങ്ങൾ ശത്രുത പുലർത്തുന്നവർക്കുമിടയിൽ അല്ലാഹു ഒരു വേള സൗഹൃദം സ്ഥാപിച്ചേക്കാം. അല്ലാഹു എല്ലാറ്റിനും കഴിവുറ്റവനാണ്. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ്. മതത്തിന്റെ പേരിൽ നിങ്ങളോട് പൊരുതുകയോ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ ആട്ടിപ്പുറത്താക്കുകയോ ചെയ്യാത്തവരോട് നന്മ ചെയ്യുന്നതും നീതി കാണിക്കുന്നതും അല്ലാഹു വിലക്കുന്നില്ല. നീതി കാട്ടുന്നവരെ തീർച്ചയായും അല്ലാഹു ഇഷ്ടപ്പെടുന്നു. മതത്തിന്റെ പേരിൽ നിങ്ങളോട് പൊരുതുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും നിങ്ങളെ പുറത്താക്കാൻ പരസ്പരം സഹായിക്കുകയും ചെയ്തവരെ
ആത്മമിത്രങ്ങളാക്കുന്നത് മാത്രമാണ് അല്ലാഹു വിലക്കിയിട്ടുള്ളത്. അത്തരക്കാരെ ആത്മമിത്രങ്ങളാക്കുന്നവരാരോ അവർ തന്നെയാണ് അക്രമികൾ. വിശ്വസിച്ചവരെ, വിശ്വാസിനികൾ അഭയം തേടി നിങ്ങളെ സമീപിച്ചാൽ അവരെ പരീക്ഷിച്ചു നോക്കുക. അവരുടെ വിശ്വാസവിശുദ്ധിയെ സംബന്ധിച്ച് അല്ലാഹു നന്നായി അറിയുന്നു. അവർ യഥാർത്ഥ വിശ്വാസിനികളാണെന്ന് ബോധ്യമായാൽ പിന്നെ നിങ്ങൾ അവരെ സത്യനിഷേധികളിലേക്ക് തിരിച്ചയക്കരുത്. ആ വിശ്വാസിനികൾ സത്യനിഷേധികൾക്ക് അനുവദിക്കപ്പെട്ടവരല്ല. ആ സത്യനിഷേധികൾ വിശ്വാസിനികൾക്കും അനുവദനീയരല്ല. അവർ വ്യയം ചെയ്തത് നിങ്ങൾ അവർക്ക് മടക്കിക്കൊടുക്കുക. നിങ്ങൾ അവരെ വിവാഹം ചെയ്യുന്നതിന് വിലക്കൊന്നുമില്ല, അവർക്ക് അവരുടെ വിവാഹമൂല്യം നൽകുകയാണെങ്കിൽ. സത്യനിഷേധിനികളുമായുള്ള വിവാഹബന്ധം നിങ്ങളും നിലനിർത്തരുത്. നിങ്ങൾ അവർക്ക് നൽകിയത് തിരിച്ചു ചോദിക്കുക. അവർ ചെലവഴിച്ചതെന്തോ അതത്രയും അവരും ആവശ്യപ്പെട്ടുകൊള്ളട്ടെ. അതാണ് അല്ലാഹുവിന്റെ വിധി. അവൻ നിങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നു. അല്ലാഹു സർവജ്ഞനും യുക്തിമാനുമാണ്. സത്യനിഷേധികളിലേക്ക് പോയ നിങ്ങളുടെ ഭാര്യമാർക്ക് നൽകിയ വിവാഹമൂല്യം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാതെ നഷ്ടപ്പെടുകയും എന്നിട്ട് നിങ്ങൾ അനന്തര നടപടി സ്വീകരിക്കുകയും ചെയ്താൽ, ആരുടെ ഭാര്യമാരാണോ നഷ്ടപ്പെട്ടത് അവർ നൽകിയ വിവാഹമൂല്യത്തിന് തുല്യമായ തുക അവർക്ക് നൽകുക. നിങ്ങൾ വിശ്വസിച്ചംഗീകരിച്ച അല്ലാഹുവോട് ഭക്തിയുള്ളവരാവുക. പ്രവാചകരെ, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കുകയില്ല, മോഷ്ടിക്കുകയില്ല, വ്യഭിചരിക്കുകയില്ല, സന്താനഹത്യ നടത്തുകയില്ല, തങ്ങളുടെ കൈകാലുകൾക്കിടയിൽ യാതൊരു വ്യാജവും മെനഞ്ഞുണ്ടാക്കുകയില്ല, നല്ല കാര്യത്തിലൊന്നും നിന്നോട് അനുസരണക്കേട് കാണിക്കുകയില്ല എന്നിങ്ങനെ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് സത്യവിശ്വാസിനികൾ നിന്നെ സമീപിച്ചാൽ അവരുടെ പ്രതിജ്ഞ സ്വീകരിച്ചുകൊള്ളുക. അവർക്ക് വേണ്ടി അല്ലാഹുവോട് പാപമോചനം തേടുക. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാകുന്നു. സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ കോപത്തിനിരയായ ജനത്തെ നിങ്ങൾ രക്ഷാധികാരികളാക്കരുത്. അവർ പരലോകത്തെപ്പറ്റി തീർത്തും നിരാശരായിരിക്കുന്നു. ശവക്കുഴിയിലുള്ളവരെ സംബന്ധിച്ച് സത്യനിഷേധികൾ നിരാശരായ പോലെ.